ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ SSC ഫേസ് 14 സെലക്ഷൻ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു, എല്ലാവരും അറിഞ്ഞു കാണും. അപ്പം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ CPO കഴിഞ്ഞ CPO പോലെ തന്നെ ഫേസ് 14ന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴത്തേക്കും എന്താണ് സെക്ഷണൽ ടൈമിംഗ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓരോ നമ്മുടെ 4 പാർട്ടായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. അതിനകത്ത് എല്ലാം എന്താണ് സെക്ഷണൽ ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തു, നോട്ടിഫിക്കേഷനാണ് ഇറങ്ങിയിരിക്കുന്നത്. സോ ഇനി നമ്മൾ കാത്തിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് CGL ആണ്. നമുക്ക് പ്രതീക്ഷിക്കാം CGL എന്ത് തന്നെ ആയിരിക്കും, സെക്ഷണൽ ടൈമിംഗ് തന്നെ ആയിരിക്കും. സോ ഇതുവരെ നമ്മൾ പഠിച്ചു വന്ന ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്താൽ, സെക്ഷണൽ ടൈമിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്താലും എന്ത് ചെയ്യാം, നമുക്ക് പ്രിലിംസ് കടക്കാൻ പറ്റുമോ? മെയിൻസ് നമുക്ക് വിഷയം വരാൻ ചാൻസ് കുറവാണ്, കാരണം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അധിക നാളായിട്ടില്ല, ആ ഒരു പാറ്റേൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അധിക നാളായിട്ടില്ല. സോ അതിൽ നമുക്ക് പ്രശ്നമൊന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷെ പ്രിലിംസ് കടക്കാനായിട്ട് Tier 1 ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്ഷണൽ ടൈമിംഗ് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഫേസ് 14ന്റെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് 60 മിനിറ്റ്, 1 മണിക്കൂറാണ് നമുക്കുള്ളത്. അതിൽ ഓരോ പാർട്ടിനും നമുക്ക് 15 മിനിറ്റ് വീതമാണ് തരുന്നത് അല്ലേ. ഓരോ പാർട്ടിനും 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ വരും, ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും അല്ലേ. ഓൾറെഡി ഇപ്പം പ്രിപ്പയർ ചെയ്ത് നമ്മളൊരു ബ്രിമ്മിൽ നിൽക്കുമായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു റിവിഷൻ പോലെ ആയിരിക്കും ചിലപ്പോൾ ചില കുട്ടികളെങ്കിലും ഇപ്പം ഈ ഒരു ടൈം എടുക്കുക. സോ അവർക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്കായി കാണും സെക്ഷണൽ ടൈമിംഗ് ആണെങ്കിൽ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്. കാരണം സെക്ഷണൽ ടൈമിംഗ് ഇപ്പം നമുക്ക് എല്ലാത്തിനും 25 ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. സോ അവർ പറയുന്ന ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മെയിൻലി നമുക്ക് വിഷയം വരുന്നത് നമ്മുടെ QAക്കും റീസണിങ്ങിനുമാണ് അല്ലേ. ജനറൽ ഇൻ്റലിജൻസിനും കൗണ്ടിനുമാണ് പ്രശ്നം വരുന്നത് അല്ലേ. അതായത് നമ്മൾ 50 മിനിറ്റ് ആണ് അവർ പറയുന്ന സമയം. ആ 50 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, 25 ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു ടാസ്ക് തന്നെയാണോ? അതാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ. ടാസ്ക് തന്നെ ആണോ എന്ന് ചോദിച്ചാൽ ടാസ്ക് തന്നെ ആണ്, ശരിയല്ലേ. കാരണം 1 മിനിറ്റ് പോലും നമുക്ക് എന്തില്ല, ഒരു ക്വസ്റ്റ്യൻ എടുക്കാനുള്ള ടൈം ഇല്ല ഇല്ലേ. അര മിനിറ്റ് എടുക്കാൻ പറ്റുമോ? അത് പറ്റുമായിരിക്കും. ഓക്കെ, അതായത് 30 സെക്കൻഡ് അല്ലെങ്കിൽ 40 സെക്കൻഡിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, കൗണ്ടിലെ ക്വസ്റ്റ്യൻസും റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യണം. സോ ഇവിടെ നമ്മൾ റീസണിങ്ങിന്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് ആദ്യം റീസണിങ്ങിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ റീസണിങ്ങിന്റെ കാര്യം പറയുവാണെങ്കിൽ 25 ക്വസ്റ്റ്യൻ നമുക്കുണ്ട്. ഓക്കെ, 25 ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടല്ലോ. അതിനകത്ത് 15 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ 15 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻ അപ്രോക്സിമേറ്റ് ചെയ്യാം. നേരത്തെ ഇപ്പം 25 ക്വസ്റ്റ്യനിൽ എന്താ പറയാ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം തന്നെ കോമൺ ആയിട്ട് ഞാൻ പറയുന്നത്, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കുറച്ച് സിമ്പിൾ ആയിരിക്കും. കാരണം നേരത്തെ ഇപ്പൊ CPOയുടെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സിമ്പിൾ ആണ്. പക്ഷേ മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. സോ റീസണിങ്ങിന്റെ കേസിൽ നിങ്ങൾക്കറിയാം, ലൈക്ക് ഇപ്പോൾ കോഡിങ് ഡീകോഡിങ് വരുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കോഡിങ് ഡീകോഡിങ് അല്ലെങ്കിൽ ഉള്ള സീരീസ് വരുവാണെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. നിങ്ങൾ ഒരു ടൈം, അതായത് ആ 15 മിനിറ്റ് നിങ്ങൾ ആ 15 മിനിറ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇപ്പോൾ ഒരു 10 അല്ലെങ്കിൽ 12 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓടിച്ചിട്ട് പോവുക. എന്നിട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ക്ലോക്ക്, കലണ്ടർ, അതൊക്കെ നമുക്കിതിൽ ലെങ്തിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് നമുക്കറിയാം, ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും എന്താ, ഇത് ലെങ്തിയാണ്. അപ്പോഴേ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. മനസ്സിലായോ? ഇപ്പോൾ ഈ സെക്ഷണൽ ടൈമിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻലി നോക്കേണ്ട ഒരു കാര്യം സ്കിപ്പിങ് തന്നെയാണ്. ഓക്കെ, അതായത് നമുക്ക് അറിയാം, ഓക്കെ, ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അറിയാം. പക്ഷെ അത് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു മൈൻഡിലുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുക. ദെൻ അറിയാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ 25 ക്വസ്റ്റ്യനിൽ ഏകദേശം ഒരു 18+ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 80 ഒരു 20 എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് സമയം എന്തായിരിക്കും, കുറവേ എടുക്കാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ ഒരു പക്ഷേ അവസാനമായിരിക്കും. ഇപ്പോൾ 1 to 25 നോക്കുമ്പോൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 20 തൊട്ട് 25 വരെ ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യന് കുറേ ടൈം എടുക്കുവാണെങ്കിൽ എന്താ അവിടെ പ്രശ്നം വരുന്നത്, അവസാനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കാണാനേ സമയമില്ല. പക്ഷേ സെക്ഷണൽ ടൈമിങ്ങിന് മുന്നേ ആയിരുന്നെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണാനുള്ള സമയം ഉണ്ടായിരുന്നല്ലേ, ജസ്റ്റ് അടിച്ചടിച്ച് പോകും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ടൈമിങ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് കയറാനേ പറ്റില്ല. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം തന്നെ എന്ത് ചെയ്യാം,
ഒറ്റ നോട്ടത്തിൽ ചെയ്യാൻ പറ്റുന്നത് വലിയ ടൈം എടുക്കുന്നതാണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെയിം കാര്യം തന്നെയാണ് ഇതിലും പറയേണ്ടത്, കോണ്ടിനകത്തും പറയേണ്ടത്. കോണ്ടിനെ സംബന്ധിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യും, കാൽക്കുലേറ്റീവ് ആയിട്ട് വരും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, കൂട്ടണം. സോ ഇനി നമുക്ക് ടൈം ഇല്ല, ഇപ്പോൾ 16 ആയി. ഓക്കെ, ഇനി നമുക്ക് 16, 17 ഏപ്രിൽ പകുതി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ മാസം തന്നെ ഒരു വിത്തിൻ 1 വീക്ക് സീസണൽ നോട്ടിഫിക്കേഷൻ വന്നാലും ഒരു 1 to 2 months നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ മെയിൻലി ഇമ്പോർട്ടൻ്റ് നോക്കുക. നിങ്ങൾ പഠിച്ചെല്ലാം കഴിഞ്ഞുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് എന്ത് ചെയ്യുക, ഒന്ന് കൂട്ടാൻ നോക്കുക. കാൽക്കുലേഷൻ സ്പീഡ് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ സെക്ഷണൽ ടൈമിങ് പണിയാകും. ഓക്കെ, കാൽക്കുലേഷൻ സ്പീഡാണ് മെയിൻലി നോക്കേണ്ടത്. പിന്നെ ഒരു കാര്യം, ഇതിപ്പം സെക്ഷണൽ ടൈമിങ് ആകോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൺഫേം അല്ല. സെലക്ഷൻ പോസ്റ്റിനെ വെച്ചിട്ട് ഒരു പറയുവാണ്. അങ്ങനെ ആണെങ്കിലും ഇപ്പോൾ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടുന്നത് നിങ്ങൾ ഇൻക്രീസ് ചെയ്യുന്ന മെത്തേഡ് നമുക്ക് സെക്ഷണൽ ടൈമിംഗ് ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ആപ്ലിക്കും ആണ്. ഓക്കെ, സോ കാൽക്കുലേഷൻ സ്പീഡ് നല്ല രീതിയിൽ കൂട്ടണം. പിന്നെ ടേബിളും സ്ക്വയറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അതെല്ലാം കാൽക്കുലേഷൻ സ്പീഡിനകത്ത് വരുന്നതാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ആ ടോപ്പിക്കുകൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇപ്പോൾ പെർസെൻറ്റേജ് നിങ്ങൾക്ക് പെർസെൻറ്റേജിനകത്തുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പെർസെൻറ്റിനകത്തുള്ള തിയറും കംപ്ലീറ്റ് കാര്യങ്ങളും എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇപ്പം വേറൊരു ചാപ്റ്റർ, ഇപ്പോൾ ജോമെട്രി, അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളത് വിടുക. അറിയുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നോക്കാൻ ശ്രമിക്കുക. കാരണം അത് നമുക്ക് സ്പീഡിൽ എന്ത് ചെയ്യണം. ഇപ്പോൾ പെർസെൻറ്റേജ് പകുതി, റേഷ്യോ പകുതി, എല്ലാം പകുതി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? സോ കാൽക്കുലേഷൻ സ്പീഡ്, ഒന്നാമത്തെ കാര്യം കാൽക്കുലേഷൻ സ്പീഡ് നല്ല രീതിയിൽ കൂട്ടാൻ ശ്രമിക്കണം. ആൻഡ് ഇനി ചെയ്യാനുള്ളത് നല്ല രീതിയിൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. നല്ല രീതിയിൽ എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കുക. കാരണം സെക്ഷണൽ ടൈമിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതുപോലെ സെക്ഷണൽ ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മോക്കുകൾ കാണും. അപ്പോൾ മോക്കുകൾ ഇല്ലെന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യുന്ന ചില സെക്ഷണൽ മോക്കുകളില്ലേ, ആ മോക്കുകൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ആ മോക്കുകളിനകത്ത് നിങ്ങളുടെ സമയം നിങ്ങൾ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടൈമർ എടുത്തിട്ട് നിങ്ങളുടെ ഇപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ എടുക്കുക. 10 ക്വസ്റ്റ്യൻ നിങ്ങളൊരു 5 മിനിറ്റ് എടുത്താൽ മതി. ഓക്കെ, 5 മിനിറ്റ് കൊണ്ട് 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, മോക്ക് ചെയ്ത് നിങ്ങളുടെ സ്പീഡ് എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം. ഇനിയുള്ള ടൈം അങ്ങനെ ശ്രമിക്കുക. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരു 10-45 മിനിറ്റ് കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാനും മോക്ക് ചെയ്യാനും. സെക്ഷണൽ മോക്ക് മതി, ഫുൾ മോക്ക് വേണമെന്നൊന്നുമില്ല. കാരണം ഈ റീസണിങ്ങും മാത്സും, മെയിൻലി റീസണിങ്ങും മാത്സിൻ്റെയും കാര്യമാണേ പറയുന്നത്. അത് രണ്ടും എന്ത് ചെയ്യുക, മാക്സിമം സ്പീഡ് കൂട്ടാനുള്ള ട്രിക്കും കാര്യമൊന്നും ഇല്ലടാ. ടേബിള്, സ്ക്വയർ, ക്യൂബ്, ഇതെല്ലാം മൾട്ടിപ്ലിക്കേഷൻ ടേബിളും കാര്യങ്ങളെല്ലാം പക്കയായിരിക്കണം. പിന്നെ അത്യാവശ്യം എന്താണ്, സിംപ്ലിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അറിയണം. ടേബിളാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ കണക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനകത്തൊക്കെ ലാസ്റ്റ് ഡിജിറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാമല്ലോ. ഇപ്പോൾ വലിയൊരു നമ്പർ, ഒരു 6 നമ്പർ ഒരു 5 ഡിജിറ്റ് നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്പർ ഇനി ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ എലിമിനേഷൻ നടത്താം. സോ കോണ്ടിനകത്തും റീസണിങ്ങിനകത്തും അടുത്ത നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഓപ്ഷൻ എലിമിനേഷൻ ആണ്. ഓക്കെ, ഓപ്ഷൻ എലിമിനേഷൻ ആണ്. ചില ക്വസ്റ്റ്യൻസ് എന്ത് വരത്തില്ല, അതിനടുത്ത് പോലും വരത്തില്ല. ഓക്കെ, ഇപ്പോൾ റീസണിങ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് കോഡിങ് ഡീകോഡിങ്, ഇപ്പം എ കഴിഞ്ഞിട്ട് ഇപ്പോൾ സി കഴിഞ്ഞിട്ട് ഇ, ഇങ്ങനെ വരുന്ന കോഡിങ് ഡീകോഡിങ് ഉണ്ടല്ലോ. അതിനകത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താ പറയുക, ഇതിനകത്ത് റിലേഷൻ ഇല്ലാത്ത ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. സോ ഓപ്ഷൻ എലിമിനേറ്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. അപ്പോൾ അത് പരീക്ഷയ്ക്കും നമ്മൾ എന്ത് ചെയ്യും, ആപ്ലിക്കബിൾ ആയിരിക്കും, നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, പിന്നെ പറയാനുള്ളത് GK കാര്യമാണ്. ഓക്കെ, കൗണ്ടും റീസണിങ്ങും കഴിഞ്ഞു. പിന്നെ നിങ്ങൾ GK കാര്യം പറയുവാണെങ്കിൽ GK വാസ്റ്റ് ഏരിയ ആണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യുക, കുറച്ച് GK കൂടി നിങ്ങൾ പഠിക്കുക. കാരണം സെക്ഷണൽ ടൈമിങ്ങിൻ്റെ കേസിൽ GK ഒരു 25 ക്വസ്റ്റ്യൻ ഇൻട്രൊഡ്യൂസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ GK ഒരു 25 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 15 മിനിറ്റിൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് ഒന്നുമില്ല. ഓക്കെ, ചിലപ്പോൾ GK അറിയാവുന്നതായിരിക്കും. ഇപ്പോൾ GK ഒന്ന് വായിച്ച് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ അത്ര സമയം വേണ്ട. സോ നമുക്കത് ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ഓഫ് ടൈം ആണല്ലേ. പിന്നെ GK പഠിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ പറയാം. കാരണം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുമ്പം വായിച്ച് വൃത്തിയാക്കി മനസ്സിലാക്കിയിട്ട് ഉത്തരം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ടോപ്പിക്കും വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. GK കാര്യം പറയുവാണെങ്കിൽ കേട്ടോ. അതോടൊപ്പം തന്നെ GK മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫോക്കസ് ഏരിയാസ് ഉണ്ട്. അത് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ അങ്ങനെയും ചെയ്യാം. നിങ്ങൾ ഏതൊക്കെ റീജിയൻ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ പൊളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ റീസെൻ്റ്ലി പൊളിറ്റിയുടെ വെച്ച് നോക്കുകയാണെങ്കിൽ അമെൻമെൻറ്റ്,
ഷെഡ്യൂള്, ആർട്ടിക്കിള്, പാർട്ട് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത്രയും ഫോക്കസ് ഏരിയ നിങ്ങൾ നല്ല രീതിയിൽ നോക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ചെയ്യാൻ പറ്റും. ലൈക്ക് ജോഗ്രഫി നോക്കുവാണെങ്കിൽ മിനറൽ റിസോഴ്സസ്, സോയില് അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഹിസ്റ്ററിയുടെ കേസ് പറയുവാണെങ്കിൽ നമ്മുടെ ആർക്കിടെക്ചർ, ഗുപ്ത എംപയർ, മുഗൾ, ദെൻ വേദിക് ഏജ് ഇതെല്ലാം എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനത്തെ പ്രൈം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള റീജിയൻ ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഏത് റീജിയനാണെന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് ആ റീജിയൻ മാത്രം അനലൈസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസും കൂടെ ബൈ ഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ നോക്കുക. അതാണ് നമുക്ക് ജി കെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ നമ്മളെല്ലാവരും സെക്ഷണൽ ടൈമിങ്ങിന് മുന്നേ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്, ജി കെക്ക് നമുക്ക് സമയം വേണ്ട അല്ലേ, 5 അല്ലെങ്കിൽ 6-7 മിനിറ്റ് കൊണ്ട് ജി കെ നമ്മൾ നോക്കും. ബാക്കി ടൈം ആയിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത്, മാത്സിനും റീസണിങ്ങിനും എടുക്കുന്നത്. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ജി കെയും കൂടെ നമുക്കൊന്ന് കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യാം. മാത്സും റീസണിങ്ങും ഒപ്പം തന്നെ ജി കെയും കൂടെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ഇംഗ്ലീഷാണ് വരുന്നത്. ഇംഗ്ലീഷിനകത്ത് 15 മിനിറ്റ് കുഴപ്പമില്ല. നമുക്ക് 15 മിനിറ്റിൽ നമുക്ക് നോർമൽ 15 മിനിറ്റ് നമുക്ക് ആപ്റ്റ് ആണ്. ആ സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ജി കെക്ക് ടൈം എടുക്കുന്ന ഒരു റീജിയൻ എന്ന് പറയുന്നത് കോംപ്രിഹെൻഷൻ പാസേജ് ആണ് അല്ലേ. കോംപ്രിഹെൻഷൻ പാസേജ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോംപ്രിഹെൻഷൻ പാസേജ് വരുമ്പോഴത്തേക്കും പാരഗ്രാഫ് അനലൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു പാസേജിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം ഉത്തരം എടുക്കുക, അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കാരണം കോംപ്രിഹെൻഷൻ പാസേജ് ലാസ്റ്റ് നോക്കിയാൽ മതി. ബാക്കി ആന്റോണി, സിനോണിമും പിന്നെന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെർബും ഗ്രാമറും എല്ലാം നോക്കിയതിന് ശേഷം ലാസ്റ്റ് കോംപ്രിഹെൻഷൻ പാസേജ് എന്താ പറയുക വലുതാണ്, പാസേജ് വലുതാണെങ്കിൽ അത് പെട്ടെന്ന് നോട്ടിച്ചിട്ട് വായിച്ച് നോക്കി സമയം ഉണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യുക. പിന്നെ മാത്സും റീസണിങ്ങും ആണ് മെയിൻ നമുക്ക് സെക്ഷൻ ടൈമിങ് വരുവാണെങ്കിൽ പ്രോബ്ലം ആയിട്ട് വരുന്നത്. അത് നിങ്ങൾ മാക്സിമം മോക്ക് ചെയ്ത് കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പം സെക്ഷണൽ ടൈമിങ് ആക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെയും കൺഫേം അല്ല. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോ കൂടെ ചെയ്യാം, എന്താ ടിപ്സ് ട്രിക്കുകളൊക്കെ പറഞ്ഞു തരാം എന്തൊക്കെ വേണമെന്നുള്ളത് കേട്ടോ. സോ പ്രിപ്പറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പ്രിപ്പറേഷൻസ് അങ്ങനെ തന്നെ പോവുക. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ നിൽക്കരുത്. ഈ ഒരു രീതിയിൽ സെക്ഷൻ ടൈമിങ് ആകും എന്നൊരു വിശ്വാസത്തോടെ തന്നെ പഠിക്കുക. എന്ത് ചെയ്യുക, മോക്ക് ചെയ്ത് കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടുക. ബേസിക്കലി മാത്സും റീസണിങ്ങും ഓക്കെ ആണല്ലോ. സോ അടുത്ത വർഷത്തെ ഇനി വരാനുള്ള CGL-ന്റെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ നമ്മുടെ IZB അക്കാഡമിയുടെ ഫൗണ്ടേഷൻ കോഴ്സ് പർച്ചേസ് ചെയ്ത് ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ സെക്ഷണൽ ടൈമിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിലും മോക്കും കാര്യങ്ങളൊക്കെ വേണം. സോ നെക്സ്റ്റ് ഇയർ എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ക്ലാസ്സസിൽ ഡെയിലി ടൈം ടേബിൾ അനുസരിച്ച് ഡെയിലി സ്റ്റഡി പ്ലാനും മോക്ക് ടെസ്റ്റുകളും റിവിഷൻ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. മെൻറ്റർഷിപ്പും അവൈലബിൾ ആണ്. സോ കോഴ്സിനെ പറ്റി എന്തെങ്കിലും മീൻസ് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. സോ CGL-ന് വേണ്ടി ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എന്താണ്, ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുക, ഡ്രോപ്പ് ചെയ്യരുത്. എന്തോ ആയിക്കോട്ടെ, സെക്ഷണൽ ടൈമിംഗ് ആവുകയോ ആകാതിരിക്കുകയോ എന്ത് ചെയ്തൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മൾ പഠിക്കുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഓക്കെ, താങ്ക് യു.